Hello. Next morning to all. Yes, ma'am. Good morning to all. Thank you. ഇന്ന് നമുക്ക് ക്ലാസ് സെക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് സൈത്തൂൺ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഷെഫീഖ് അലി സാറാണ്. ഓക്കെ, അപ്പോ സെക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഷെഫീഖ് അലി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, അപ്പോ ഈ സെക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷെഫീഖ് സർ. ക്ലിയർ ആണോ മാം? അതെ അതെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. മൈ ഡിയർ ഫ്രണ്ട്സ്, വിലപ്പെട്ട സമയം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. എനിവേ, നല്ല സമയം ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ എല്ലാവരെയും ഹാർദവമായി അടുത്തൊരു അരമണിക്കൂർ സമയത്തേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. പിന്നെ ഇന്നത്തെ വിഷയം നമ്മ പറഞ്ഞപ്പോ എനിക്കും ചെറിയ ഒരു അസ്വസ്ഥതൊക്കെ തോന്നിയിരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് എക്സിസ്റ്റൻസ്. ഞാൻ ഇതിന്റെ ഈ ക്ലാസിന്റെ ഒരു ബാക്ക് പറയാം, ബിഹൈൻഡ് ദി ഡിസ്കഷൻ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ബി മാജിക്കിൽ ക്ലാസ് എടുക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി സേഫ് സാർ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യപ്പെട്ട ഒരാളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4-5 ക്ലാസ്സുകൾ ഇതിനകത്ത് ഞാൻ വന്നെടുത്തിട്ടുണ്ടാവും. സ്പേസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബി മാജിക്. ഈ വിഷയങ്ങളിൽ എന്റെ ഗുരുവാണ് സേഫ് സാറ്. ഒരുപക്ഷെ ഗ്രോത്തിന്റെ ഭാഗമാവാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ബി മാജിക്. സന്തോഷം, എല്ലാവരും ആ അർത്ഥത്തിലാണ്, എല്ലാവരും എനർജിയിലാണ് എന്ന സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആവണമെന്നൊരു താല്പര്യത്തിലാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര ബിസി ആയിരുന്നു. രാവിലെ മുതൽ സ്ക്യൂളോടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഒരു 3 മണി 4 മണി സമയത്ത് ആണ് അറ്റൻഡ് ചെയ്യുന്നതും. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ചത്തെ മോർണിംഗ് സെഷൻ എടുക്കേണ്ടത് ഞാനാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സബ്ജക്റ്റ് കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല. അപ്പൊ ഒരു നിമിഷം എന്റെ മനസ്സിൽ നാളത്തെ ക്ലാസ് സ്കിപ്പ് അതോ നാളത്തെ ക്ലാസ് ഏറ്റെടുക്കണോ? ഒരു നിമിഷം എന്റെ പോസിറ്റീവായ ചിന്ത, എന്ത് വന്നാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ നാളെ നടന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, റെഡി, ഇൻഷാല്ലാ നടക്കട്ടെ. സബ്ജക്റ്റ് ഏത് എന്നുള്ള ഞാൻ അങ്ങനെ യാത്രയിലാണ്. നിങ്ങൾ തന്നെ ഒന്ന് സെറഞ്ഞെടുത്ത് പറഞ്ഞോളൂ. ഞാനിപ്പോ എനിക്ക് അന്ന് ബ്രെയിൻ സ്ട്രോമിങ്ങിന് പോലും സിറ്റുവേഷൻ ഇല്ലാത്ത രൂപത്തിൽ ഞാൻ ഇങ്ങനെ ഒരു യാത്രയിലാണെന്ന് പറയുന്നു. അതുകൊണ്ട് പിന്നെ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ വീണ്ടും എന്റെ ഗൈഡ് കൂടിയായിട്ടുള്ള ഗോപിക മാഡത്തെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് കൺഫേം ആക്കണം. അപ്പൊ പറഞ്ഞു സേവ് സാർ തന്നെ കൺഫേം ആക്കി തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് കൺസിസ്റ്റൻസി ആണ് ഇയാളുടെ വിഷയം എന്ന് പറഞ്ഞു. ഞാൻ കൈനീട്ട് സ്വീകരിച്ചു. എന്റെ വെല്ലുവിളി ഇതാണ്, ഈ ഇമ്പോർട്ടൻസ് ഓഫ് കൺസിസ്റ്റൻസി എന്ന വിഷയത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ സേവ് സാർ എനിക്ക് വെച്ച കെണിയാണ്. നിർബന്ധമായിട്ടും ഞാനിത് ചെയ്യുന്നത് എന്നെ പഠിപ്പിക്കാനാണ് എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. എനിവേ മൈ ഡിയർ ഫ്രണ്ട്സ്, കുറച്ചും കൂടിയൊക്കെ എനർജിയിൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ. ഇമ്പോർട്ടൻസ് ഓഫ് കൺസിസ്റ്റൻസി എന്ന വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇമ്പോർട്ടൻസ് ഇതിനെ കാണേണ്ടത്, കൺസിസ്റ്റൻസി എന്തൊക്കെ ഏത് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് കൺസിസ്റ്റൻസി, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ രൂപത്തിലെങ്കിലും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടി വരും. ഞാൻ കൂടുതൽ സമയം എടുക്കൂല. എനിവേ, ഇമ്പോർട്ടൻസ് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നിടത്ത് ഞാൻ ഇത് എനിക്ക് വേണ്ടിയാണ്, തീരെ കൺസിസ്റ്റൻസി ഇല്ലാത്ത ജീവിതത്തിൽ ഒരുപക്ഷെ ബി മാജിക്കിന്റെ കൂടെ ഓടുന്ന സമയത്ത് കിട്ടുന്ന പുതിയ എനർജികൾക്കപ്പുറം
നിരന്തരം നമ്മൾ ചെയ്യേണ്ട കുറെ സാധനങ്ങൾ. ഞാൻ ഇത് പിന്നെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നിൽ കുറെ ആളുകളോട് സോറി പറയാനുണ്ട്. ഒന്ന്, പലപ്പോഴും എന്നെ വിളിക്കുന്ന എന്നും 4:30 ശേഷം 5 മണി സമയത്ത് എന്നെ വിളിക്കാൻ ശ്രമിക്കുന്ന പിന്നെ ഹിദായത്ത് സാറ് പലപ്പോഴും ഞാൻ ഫോളോ ചെയ്യാതെ പോകുന്നതിൽ ഐ ആം റിയലി സോറി. പുതിയൊരു ചലഞ്ചായിട്ട് ഈ സെഷനെ ഞാൻ കാണാൻ. ഓരോ ദിവസവും എവിടെ എത്തി വർക്കുകൾ എന്ന് ഡെയിലി മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്ന പിന്നെ ഗോപിക മാഡത്തോട് ഐ ആം റിയലി സോറി. ഇത് എനിക്കൊരു തിരിച്ചറിവ് ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി കുറെ ടാസ്കുകൾ മുന്നിൽ വെച്ച് തന്ന് കൃത്യമായി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടും വേണ്ട രൂപത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്റെ ബോധ്യത്തോട് ഞാൻ സോറി പറയുന്നു. എനിക്ക് നൽകുന്ന ടാസ്കുകളോട് എന്റെ പ്രിയപ്പെട്ട ഗുരു സേഫ് സാറോട് ഞാൻ സോറി പറയാണ്. എനിവേ, പുതിയ ചിന്തകൾ നമുക്ക് പകരാണ്. വളരെ കുറഞ്ഞ സമയം ഞാൻ ഇതിനു വേണ്ടി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കിട്ടുന്ന ഒരു ഇൻപുട്ട് വളരെ വലുതാണ്. നമ്മളിങ്ങനെ ഓരോ വിഷയത്തേക്കും സമീപിക്കുമ്പോഴാണ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വിഷയങ്ങൾ പോലും നമ്മൾ കീറി മുറിച്ചു അകം പരിശോധിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഓരോ സബ്ജക്റ്റുകളിലും ഉണ്ട്. അത് ഓരോ ദിനം പ്രതി നമുക്ക് പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു ഇടം ഉള്ള ദി മാജിക് ടീംസ്, ഡിയർ ഫ്രണ്ട്സ്, പുതിയ ഒരു ചിന്തയിലേക്കാണ് എഗെയിൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്ഥിരത. നിനക്കൊക്കെ സ്ഥിരത ഉണ്ടോ എന്ന് പരിഹാസപൂർവ്വം ചോദിക്കുന്ന ഒരു ഡയലോഗ്, ഒരു ക്യാപ്ഷനാണ് കൺസിസ്റ്റൻസി. സ്ഥിരമായ ഒരു കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നമ്മള് പിന്നെ സാധാരണ ഈ കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യമുള്ളത് 2 ഏരിയകളിലാണ്. ഒന്ന് ചിലതെങ്കിലും നമുക്ക് നിരന്തരമായി ചെയ്യേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും. ആ ചെയ്യേണ്ട സാധനങ്ങൾ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇട്ടേച്ചു പോകേണ്ടി വരുന്നു, തുടർന്നു പോകാൻ കഴിയുന്നില്ല എന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നതൊരു സാധനമാണ്. ചിലത് നമ്മൾ കിടക്കുന്ന ചില അഡിക്ഷനുകൾ ഉണ്ടാവും. ഈ അഡിക്ഷനുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ വേണ്ടാത്തതിന് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയാത്തതിലും പുകവലി ഉപേക്ഷിക്കേണ്ടതാണ്. ഈ പുകവലി നിർത്താൻ നമുക്ക് പറ്റില്ല. എവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവണില്ല. ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്. ഈ ദേഷ്യം നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇനി ദൃഢപ്രതിജ്ഞ എടുക്കണം, ഇനി മുതൽ എനിക്ക് ദേഷ്യം വരൂല. ഇതിന്റെ പ്രശ്നം എവിടെയാണ്? ഈ ദേഷ്യം വീണ്ടും വീണ്ടും വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൽ നമുക്കുള്ള പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. കുറെ നന്മകൾ ചെയ്യണം, അല്ലെങ്കിൽ കുറെ പോസിറ്റീവുകൾ, നല്ല കുറെ ഹാബിറ്റുകൾ. വായനാശീലം തുടങ്ങുമ്പോ ഒരു ദിവസം വായിച്ചു, രണ്ടാമത്തെ ദിവസം വായിച്ചു, ഇത് പറ്റുന്നില്ല, പ്രശ്നമാണ്. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ കുറെ പുതിയ പ്ലാനുകൾ തയ്യാറാക്കുക, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുക. ഇങ്ങനെയുള്ള കുറെ പ്രശ്നം, പ്രോക്രാസ്റ്റിനേഷൻ ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ്, നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പൊ കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നിർബന്ധമായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു ഏറ്റവും വലിയ ടൂളാണ് എന്ന് അത് മാത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യമുണ്ട് എന്നതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്. ആക്ച്വലി എന്തിനു വേണ്ടി ഇത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ലൈഫിലെ ഏറ്റവും പ്രധാനം, നമ്മൾ സക്സസിന് വേണ്ടി പോരാടുന്നവരാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് തേടി പിടിക്കുന്ന ആളുകളാണ്. അങ്ങനെ തേടുന്ന ആളുകൾക്ക് മാത്രമാണ് സക്സസ് എന്ന് പറയുന്ന ഒരു ജനറൽ ടേംസിന്റെ അനാട്ടമി ഡിസ്കസ് ചെയ്യാൻ ഭാഗ്യമുള്ളൂ എന്നതാണ് സത്യം. ഇതൊക്കെ ഒരു ജനറൽ സാധനമാണല്ലോ. ഇത് നന്നാവണം എന്ന് പറയലല്ലോ, കീറി മുറിച്ചിട്ട് എവിടെയാണ് പ്രശ്നങ്ങൾ എന്ന് ഡിസ്കസ് ചെയ്യലാണ് കാര്യങ്ങൾ. ഞാൻ എന്താണ് സക്സസ് എന്ന ഡെഫിനിഷൻ പരിശോധിക്കുമ്പോഴാണ് എല്ലാം ചെന്ന് കിടക്കുന്നത് കൺസിസ്റ്റൻസിയിലാണെന്ന് ബോധ്യമാവാം. ജിം റോൺ എന്ന് പറയുന്ന ഒരു ഓതറും എന്റർപ്രൈനറുമായിട്ടുള്ള ഒരാളുടെ വ്യാഖ്യാന പ്രകാരം, സക്സസ് ഈസ് നൈദർ മാജിക്കൽ നോർ മെറ്റീരിയൽ. സക്സസ് ഈസ് ദി നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് കൺസിസ്റ്റൻസി അപ്ലൈങ് ദി ബേസിക് ഫണ്ടമെന്റൽസ്. ജീവിതത്തിൽ അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങളുടെ നൈരന്തര്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. എവിടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നിടത്തും, അല്ല എവിടെ മറ്റേതെങ്കിലും വളരെ പോസിറ്റീവ് പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നിടത്തും കൺസിസ്റ്റൻസി എന്ന പദത്തിന് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ തെരഞ്ഞു പിടിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരു ക്രിറ്റിസിസം നടത്തും എന്നതാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കാൻ, തുടർച്ച ഇല്ലാതിരിക്കും. ഇപ്പം എന്നെ പറ്റി പറയാം, ഞാൻ വ്യക്തിപരമായി ഓരോ വർഷത്തിലും ഞാനൊരു 4 തവണ നന്നാവാൻ ശ്രമിക്കാറുണ്ട്. അതൊന്ന് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ്.
ഇത്ര വയസ്സായി, അല്ലെങ്കിൽ ഓഗസ്റ്റ് 20 ആവാനായി. ഈ ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്ക് എനിക്ക് ഇത്ര വയസ്സ് പൂർണ്ണമായി. എനിവേ, അറ്റ് എനി കോസ്റ്റ് ഓഗസ്റ്റ് 20 ശേഷം ഞാൻ ഇന്നതൊക്കെ കൃത്യമായി ചെയ്തിരിക്കും, ഇന്നതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കും. അതൊരു ഓഗസ്റ്റ് 20 നിന്ന് 30 വരെ നീണ്ടുപോവാത്തത് എന്റെ ദൗർഭാഗ്യമാണ്. ഇതാണ് എന്റെ ഇൻപുട്ട്. ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ ചിന്തകൾ അതാണ്. മറ്റൊന്ന്, 2024 വന്നു, അല്ലെങ്കിൽ നവംബർ മുതൽ ഞാൻ കാത്തിരുന്ന ദിനമാണ് 2024 ജനുവരി 1. അന്നില്ലെങ്കിലും എനിക്ക് നന്നായേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ബൗണ്ടറി ഉണ്ടായിരുന്നത് ചുമരിൽ തൂക്കിയിട്ട കലണ്ടറാണ്. ഈ കലണ്ടറിന്റെ ഡേറ്റ് വെയിറ്റ് ചെയ്യാണ്, എന്തിനു നന്നാവാൻ, ഈ ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കാം. മറ്റൊന്നും ഉണ്ടാവാറുള്ളത് ഇപ്പൊ ഒരു സ്വാഭാവികമായിട്ടുള്ള ചില നന്മകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് റമദാൻ മാസത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ റമദാൻ ആവുന്നതിന്റെ ഒരു 1.5 മാസം മുന്നേ തുടങ്ങും. ഏതായാലും ഇപ്പൊ ഇത്ര ആയില്ലേ, ഇനി റമദാൻ 1 മുതൽ ഇൻഷാ അല്ലാഹ് സംശുദ്ധമായ ലൈഫ് ആരംഭിക്കണം എന്ന് പറയുന്ന ഒരു ഈ 1, 2, 3 മറ്റൊന്നുണ്ടാവുന്നത് എന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഈ ജൂൺ 1 ആയിരിക്കും നമ്മൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറെ ലൈവില് പ്ലാനുകൾ, കുറെ പ്രൊഫഷണൽ പ്ലാനുകളൊക്കെ ഉണ്ടാവും. ഏതായാലും ഇപ്പൊ ഈ പ്രാവശ്യം പോട്ടെ, ഈ വെക്കേഷനും കൂടി കഴിഞ്ഞാൽ ജൂൺ 1 മുതൽ അറ്റ് എനി കോസ്റ്റ് ഞാൻ എന്റെ സിസ്റ്റം എല്ലാം ക്ലിയർ ചെയ്തിരിക്കുമെന്ന് നിയത്ത് വെക്കാത്ത വർഷങ്ങൾ അടുത്ത കാലത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതൊന്നും നടക്കാറില്ല എന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കുറെ മുന്നിൽ കുറെ പ്ലാനുകൾ കാണുക, ഡേറ്റ് കാണുകയും ഈ പറയപ്പെട്ട ആലോചനകളും ഒക്കെ നമ്മളൊക്കെ ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലായ്മ കൊണ്ട് ഉണ്ടാവുന്ന ദുരന്തം അത്രമേൽ വലുതാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് 1-2 കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമ്മൾ കോർ കൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. കൺസിസ്റ്റൻസി ഉണ്ടാക്കാനുള്ള മാർഗം എന്ത് എന്നതല്ലാതെ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ പ്രസക്തി ഇല്ല. നമ്മൾ കൺസിസ്റ്റൻസി സ്ഥിരമായി ചെയ്യണം. ഈ സ്ഥിരമായി ചെയ്യണം എന്ന് നമ്മളോട് ഒരാൾ നിരീക്ഷിക്കുന്നു, അല്ല നമ്മളോട് ഒരാൾ നിർദ്ദേശിക്കുന്നു എന്നതിനപ്പുറം ഈ സാധനം എങ്ങനെ നമ്മളെ ലൈഫ് പാറ്റേണിൽ കൃത്യമായി ഇൻസ്റ്റലേഷൻ നടത്തുക എന്നുള്ളതിന്റെ ചിന്തകളാണ് നമ്മൾ പങ്കുവെക്കേണ്ടതുള്ളൂ. കൺസിസ്റ്റൻസി ഇല്ലാഞ്ഞാലുള്ള ദുരന്തത്തെ പറ്റി കൂടുതൽ പറയേണ്ടതില്ല, ഒരു സംശയമില്ല. കൺസിസ്റ്റൻസി ആണ് എല്ലാ സക്സസ് പോയിന്റ്സുകളുടെയും പിന്നിലുള്ളത്. ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ, നൂറുകണക്കിന്, ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് വിരാട് കോഹ്ലിയുടെ വളരെ പ്രധാനപ്പെട്ട കോട്ട് കിടക്കുന്നത് 57 ബോളിൽ 119 റൺസ് എടുത്ത വിരാട് കോഹ്ലി പറയണത് ഇതൊക്കെ സ്ഥിരം പണിയെടുത്തിട്ട് മാത്രം കിട്ടുന്നതാന്നുള്ളതാണ്. അല്ലെങ്കിൽ മുഹമ്മദ് അലിക്ക് പറയാനുള്ളത്, ഞാൻ ഓരോ നിമിഷവും, മുഹമ്മദ് അലി എന്ന ബോക്സിംഗ് താരത്തിന് പറയാനുള്ളത്, ഞാൻ ഓരോ നിമിഷവും എന്റെ ഇത് നിർത്തിയെങ്കിൽ എന്ന് ആശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇത് നിർത്താതെ കൊണ്ടുപോകുന്ന മാത്രമാണ് എന്റെ ലൈഫ് സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കൺസിസ്റ്റൻസിയെ നമുക്ക് വിലങ്ങണീക്കുക എന്നുള്ളത് മാത്രമാണ്, ആ എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട സക്സസ്. ഞാൻ ഇത് പറയുമ്പോഴും എനിക്ക് കുറെ നിയത്തുകളുണ്ട്. ഞാൻ നേരത്തെ ആവർത്തിച്ചതുപോലെ, ഇനിയെങ്കിലും സ്കിയോളോ നിർദ്ദേശിക്കുന്ന, ഇനിയെങ്കിലും സൈഫ് സാർ നിർദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണിശമായി ചെയ്യണമെന്ന പുതിയ ബോധ്യം എന്തായാലും ഇന്നത്തെ ക്ലാസ് റെഫറൻസിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മള് ഇപ്പൊ 10-60 സ്റ്റാഫുകൾ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓരോ സാധനത്തിലും നമ്മള് മോണിറ്ററിംഗിൽ പോലും കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് നഷ്ടം സംഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് ചലഞ്ച് ചെയ്യുന്നു, പുതിയ കുറെ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുക. ഇത് നിങ്ങളോട് പങ്കുവെക്കുക എന്നതാണ് വളരെ പോസിറ്റീവായിട്ട് ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് കുറെ വഴികൾ, വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത ഫിലോസഫി കൺസെപ്റ്റ് ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പല രൂപത്തിലായിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട് കുറച്ച് സാധനങ്ങൾക്ക് തരാം. ഇതിനകത്ത് എല്ലാവരും പറഞ്ഞു വെച്ചത്, എല്ലാ ആളുകളും ഇതിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് എത്തി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ ഇതിനകത്ത് ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെങ്ങനെ പാക്ക് ചെയ്തിട്ട് മൂന്ന് തരത്തിലുള്ള കൺസിസ്റ്റൻസി കൺട്രോളുകൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ള. ഒന്ന് കൃത്യമായി പറഞ്ഞാൽ, ഇതിന് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാമത്തെ കൺസിസ്റ്റൻസി കൺട്രോളിങ് ഏരിയ നമ്മൾ സൃഷ്ടിക്കണം. മറ്റൊന്ന് മോട്ടിവേഷണൽ സാധനങ്ങളാണ്, നമ്മളെ എനർജി ബൂസ്റ്റിംഗ് ആണ്. അപ്പം പലപ്പോഴും പറയാറുണ്ട്, ഏതൊരു ട്രെയിനിങ്ങിന്റെയും, ഞാൻ എന്റെ ഭാഷയിൽ പറയാണ്, ഏതൊരു ട്രെയിനിങ്ങിനും നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ 4 തരത്തിലാണ്. അത് ഒന്നാമത്തത് ഇൻഫർമേറ്റീവ് ആണ്, നോളജ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന അറിവാണ്, പുതുതായിട്ട് കിട്ടുന്ന കുറെ അറിവുകളാണ്
ഓരോ ട്രെയിനിങ് പ്രോഗ്രാമിങ്ങിലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട്. രണ്ടാമത്തത് അറിവുണ്ടോ ഇല്ലേ എന്നതിനപ്പുറം നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയാണ്. ഒരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ പവർഫുൾ ഡയലോഗ് കൊണ്ട് ഇത് ശരി എന്നുള്ള ഫീലിങ്സും അത് കുറച്ചെങ്കിലും എനിക്ക് അവതരിപ്പിക്കണം, എനിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള തോന്നലും എന്നുള്ള ആ ഒരു മോട്ടിവേഷണൽ എനർജിയാണ് രണ്ടാമതായിട്ട് ഓരോ ട്രെയിനിങ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്. മൂന്നാമതായിട്ട് അറിവിനപ്പുറം ചില കാഴ്ചപ്പാടുകളാണ്, ചില തിരിച്ചറിവുകളാണ്. ഈ സാധനങ്ങൾ പുതിയ കുറെ സംസാരങ്ങളിലൂടെ പുതിയ കുറെ ഇൻപുട്ടുകളിൽ നമുക്ക് കിട്ടുന്നത് ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന പുതിയ കണ്ടന്റ് നോളജിനപ്പുറത്തേക്കുള്ള വിശാലമായ കാഴ്ചപ്പാടുകളാണ്. നാലാമത്തെ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും സപ്പോർട്ടാണ്. ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഇതാണ്. ഒരാൾ പിന്നീട് ചോദിക്കാൻ സ്കിയോളോ നമുക്ക് നിർദ്ദേശിച്ച ട്രെയിനിങ്ങിലൂടെ നാളെ അയാളുടെ ഒരു സപ്പോർട്ട് എന്തായി എന്ന തിരിച്ചുള്ള ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ഈ അർത്ഥത്തിൽ നാല് പോയിന്റുകളാണ് പ്രധാനമായ ഒരു ട്രെയിനിങ്ങിൽ നിന്നും നമ്മൾ ഉണ്ടാവേണ്ടത്. അതിൽ ഏതൊക്കെ നമുക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾ നിരീക്ഷിക്കണമെന്ന് പൊതുവെ ഞാൻ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ വിഷയങ്ങളിൽ കിട്ടേണ്ട കുറെ ഔട്ട്പുട്ടുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറെ സംവിധാനങ്ങളെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തേ പറ്റൂ. മറ്റൊന്ന്, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തേ പറ്റുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് ലോക്കിംഗ് സിസ്റ്റം, കുറച്ച് പെടലുകൾ നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഈ 3 വിഷയങ്ങളിലാണ് 1, 2, 3 പോയിന്റുകൾ പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും. ഇനി ഇതാണ് കൺസിസ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ് നടത്താം. എനിക്ക് എന്തിനൊക്കെയാണ് കൺസിസ്റ്റൻസി വേണ്ടത് എന്നും രാവിലെ കൃത്യമായ സമയത്ത് എഴുന്നേൽക്കാൻ ഉള്ള ചിന്തകൾ ഞാൻ എന്നും അങ്ങനെ നിയത്ത് വെക്കാറുണ്ട്. ചില ദിവസങ്ങളെങ്കിലും മിസ്സാവാറുണ്ട്. ഒരുപക്ഷെ ബി മാജിക് ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളോട് ഞാൻ സറണ്ടർ ചെയ്യേണ്ട ഒരു പോയിന്റ് ചിലപ്പോൾ ഇതായിരിക്കും. എനിക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളെക്കാൾ ഈ നഷ്ടപ്പെടുന്നുണ്ടാവും. എനിവേ, രാവിലെ എണീക്കുന്നതാണ്. മറ്റൊന്ന്, നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഹലോ ശരി സർ. ഹലോ ടീം, എന്തൊരു ടെക്നിക്കൽ റേഞ്ച് ഇഷ്യൂ വന്നിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓഡിബിൾ ആണെങ്കിൽ പറയണം. എല്ലാ 6 മണിയിലും എനിക്കൊരു ലോക്ക് വരും. ഓക്കെ ആണല്ലോ അല്ലെ? എനിവേ, ഞാൻ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ പിന്നെ വൈഫൈ അല്ലാത്തതുകൊണ്ട് പ്രശ്നമാണ്. ഓരോ 6 മണിയിൽ ഇതിന്റെ അപ്ഡേഷൻ വരുന്നത് കൊണ്ടാണ്. സോറി. എനിവേ, ഈ 3 ഏരിയകൾ ഞാൻ ഇതിന് കൃത്യമായി കീറി മുറിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ടു തരാനുള്ള ഏരിയ ആക്കി ഞാൻ സ്വന്തം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കീറി മുറിച്ച് തരികയാണ്. 3 ഏരിയകളിലാണ് നിർബന്ധമായിട്ടും നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളുടെ മാനസികമായ ഇൻസ്പിറേഷൻ ലെവൽ, മോട്ടിവേഷൻ ലെവൽ എങ്ങനെ എനർജിയിൽ നിങ്ങളുടെ ഡ്യൂട്ടിയെ നിലനിർത്തും എന്നതാണ്. മറ്റൊന്ന്, കൃത്യമായി ഇത് പ്ലാൻ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ട ചില ഡിസ്കഷനെ പറ്റിയിട്ടാണ്. മറ്റൊന്ന്, നിർബന്ധമായിട്ടും നിങ്ങൾക്കുണ്ടാവേണ്ട ചില ലോക്കിങ്ങളെ പറ്റിയാണ്.
പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ദിവസം ഡെയിലി നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ ആളുകൾക്കും പറയാനുള്ള ഒരേ കോമൺ ഫാക്ടർ, നിങ്ങൾ വൈ എന്ന ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക, ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും നമ്മളിത് കൃത്യമായി പരിശോധിക്കുകയാണ്. എന്താണ് ഇപ്പൊ പറയണത്? ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആർക്കാണ് ഗോൾ സെറ്റിംഗ് ഇല്ലാത്തത്? ആർക്കാണ് ഈ പ്രശ്നമില്ലാത്തത്? അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ജനറലി കണ്ട വേറൊരു പോയിന്റ് ആണ് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാം. ഇതിപ്പോ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അങ്ങനെ തോന്നി, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ ഇതിന് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതിനകത്തൊരു ഇൻസൈറ്റ് കിട്ടാൻ, ചിന്താപരമായ നിങ്ങൾക്കൊരു ഇൻപുട്ട് കിട്ടാൻ വേണ്ടി പറയാണ്. ഗോൾ സെറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നുവെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ ഉടനെ തിരിച്ചു കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. തിരിച്ചു കിടക്കുന്ന അപ്പൊ എഴുന്നേറ്റിട്ട് ഡെയിലി നമ്മൾ പിന്നെ ഇതിൽ കൊണ്ടുവരുന്നു, എന്തിനു വേണ്ടി ഞാൻ എഴുന്നേൽക്കണം എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് കൊടുക്കുന്നിടത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളിൽ വരുന്ന ആൻസർ ആണ് ശരിക്കും നിങ്ങളെ തിരിച്ചതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക് ഡിസ്കഷൻ എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഹാബിറ്റൽ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സോ വൈ എന്ന ക്വസ്റ്റ്യന് നിങ്ങളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളെ മനസ്സിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് പറയാം. ശരിക്കും നമ്മളെ തലച്ചോറിന് ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയേണ്ടത്. ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമാണ് റിയാക്ട് ചെയ്യുള്ളൂ. പലപ്പോഴും വളരെ മനോഹരമായ ഒരു ഹാബിറ്റ് ക്രിയേഷന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളെ മനസ്സിനകത്ത് ഒരു കോടതി പോലെ നിങ്ങൾ തീരുമാനിക്കണം. മൈൻഡ് എന്ന് പറയുന്നത് ഒരു കോടതിയാണ്. നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് നിർബന്ധമായും ഒരു കോടതിയായി നിങ്ങൾ സങ്കല്പിക്കുന്നു. ഈ കോടതിയിൽ ജഡ്ജിയായി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ട ആള്, നിങ്ങൾക്ക് വിധി പറയേണ്ട ആള് ജഡ്ജിയാണ്. ഇതിനകത്ത് രണ്ട് പെട്ടിക്കൂടുകളിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വാദിക്കുന്ന രണ്ടാളുകൾ ഓരോ വിഷയത്തിൽ നിങ്ങൾക്കുണ്ട്. ഈ രണ്ടാളുകളിൽ ഒരാൾ എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ഇച്ഛയാണ്. നമുക്കിത് സാധ്യമല്ല എന്ന് നമ്മൾ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു നമ്മളാണ് ഒരു വാദിയോ പ്രതിയോ ആയിട്ടിരിക്കുന്നത്. പ്രതിസ്ഥാനത്തിരിക്കുന്നത് ഒരാൾ വാദിയാണെങ്കിൽ പ്രതിയായി മറ്റേ സ്ഥാനത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്താ പോരാ, ശരിയാവണം, ആഗ്രഹിക്കണം എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാളാണ്. ഈ രണ്ടും തമ്മിൽ നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു വലിയ സംഘടനത്തിന്റെ റിസൾട്ടാണ് ശരിക്കും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ജഡ്ജി നിശ്ചയിക്കപ്പെടുന്ന നിങ്ങളുടെ റിസൾട്ട്. മാനസികാവസ്ഥയിലേക്ക് ഒന്നുകൂടി വരണം. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കോടതിയാണ്. ആ കോടതിയിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന മാജിക്കിലൂടെ കിട്ടുന്ന ഇൻപുട്ട് വെച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളാണ് ഒരു സ്ഥാനത്തുള്ളത്. പ്രതിസ്ഥാനത്തുള്ളത് നിങ്ങളുടെ ഇച്ഛയായ നിങ്ങളാണ്. ഇത് ശരിയാവില്ല എന്ന്. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം, നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി വിധി പറഞ്ഞ് പുറത്തിറങ്ങി അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല ഡിബേറ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നല്ല ഡിബേറ്റ് നടക്കുന്നുണ്ട്. അവിടെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ തലച്ചോറിന് ശരിക്കും ബുദ്ധിയില്ല. ഇത്തരം വിഷയങ്ങളിൽ ശരിക്കും ബുദ്ധിയില്ല. അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ ലോജിക്ക് കൊണ്ടോ അല്ല ഇത് അപ്ലൈ ചെയ്യുന്നത്, ഇത് കൃത്യമായ തെളിവുകൾ കൊണ്ടാണ്. അപ്പം നിങ്ങൾ അവിടെ ഉന്നയിക്കുന്ന വാദം, ഞാൻ നാളെ മുതൽ എന്നും 5 മണിക്ക് എഴുന്നേൽക്കും, ഞാൻ എന്ന് നാളെ മുതൽ 5 മണിക്ക് എഴുന്നേൽക്കുമെന്ന് ഒരാൾ പറയാൻ, അപ്പൊ അപ്പുറത്തുള്ള ആരും അത് തെറ്റാണ്, അയാൾ പറയുന്നത് 100% കളവാണ്, അയാൾ എണീക്കാറില്ല. ഇതാണ് നമ്മളെ ഹാബിറ്റ് രൂപപ്പെടുന്ന കോടതി മുറി. ഇതിനകത്ത് ജഡ്ജിക്ക് തീരുമാനിക്കാനുള്ളത് ഇയാൾ പറഞ്ഞതാണോ ശരി, ഇയാൾ പറഞ്ഞതാണോ ശരി. ഒരേ ഒരു സാധനമേ കോടതിയിൽ ഉപകാരപ്പെടുള്ളൂ, അത് തെളിവുകൾ മാത്രമാണ്, അത് പ്രൂഫ് മാത്രമാണ്. അല്ലാതെ ഈ ചെയ്യോ നോ, ഇവിടെ വിശ്വാസ്യതയ്ക്ക് സ്കോപ്പില്ല, ഇവിടെ ഇമോഷൻസിന് സ്കോപ്പില്ല. സർ എന്ത് വന്നാലും ഞാൻ നാളെ 5 മണിക്ക് എഴുന്നേൽക്കാം എന്ന് നിങ്ങൾ കോടതിയോട് പറയുന്നത് ഒരിക്കലും കോടതി സ്വീകരിക്കൂല. കോടതിക്ക് നിന്റെ ഇമോഷൻ ആവശ്യമില്ല, അതുകൊണ്ട് നീ കൊടുക്കേണ്ടത് തെളിവാണ്. അല്ലാതെ പിന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ കോൺഫിഡന്റ്ലി പറയുന്നു ഞാൻ നാളെ 5 മണിക്ക് എഴുന്നേൽക്കും, ഇതും കോടതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ മാത്രമാണ് ആവശ്യം. അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നത്, സർ അയാളാ പറയുന്നത് കളവാണ്, ഒരിക്കലും അയാളെ 5 മണിക്ക് എഴുന്നേൽക്കാറില്ല, അയാളാ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് പ്ലീസ്, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ യോഗ്യമല്ല. പിന്നെ നമ്മളെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ, തെളിവുകൾ കൊടുക്കാം. എന്താണ് തെളിവ്? ഇതാണ് നമ്മളെ ലൈഫ് പാറ്റേണിന്റെ പ്രധാനപ്പെട്ട സാധനം. എന്താണ് തെളിവ്? തെളിവ് ഒന്നതാണ്,
സർ ഞാൻ കുറെ കാലമായിട്ട് എണീറ്റിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എണീറ്റിട്ടുണ്ട് 5 മണിക്ക്. അതുകൊണ്ട് ഞാൻ എന്തായാലും എണീക്കും. ഇതൊരു തെളിവാണ്. കോടതി നിരീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 ദിവസമായിട്ട് അയാൾ കൃത്യമായി 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. പരിശോധിക്കാണ്. ബി മാജിക്കൽ എന്നും അയാൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഇത് തെളിവാണ്. ഇത് തെളിവാണെങ്കിൽ ഒരുപക്ഷെ കോടതിക്ക് വിധിക്കാൻ പറ്റും ഈ സ്വഭാവമേ, ക്യാരക്ടർ, ഹാബിറ്റ്, നീ അങ്ങനെ എഴുന്നേറ്റോ, 5 മണിക്ക് എഴുന്നേറ്റോ. ഈ സംഘട്ടനമാണ് നിങ്ങൾക്കുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് നിങ്ങൾ എവിടേക്കും കണക്ട് ചെയ്ത് വെച്ച് നോക്കണ്ടി. ഈ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചാലും, നിങ്ങൾ ഏത് സുഖം, ഞാൻ ഞാൻ നാളെ മുതൽ ഞാൻ 20 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഒരാൾ പറയും ഒന്ന് പോടോടുന്നു. തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രതിസ്ഥാനത്തിരിക്കുന്ന ആള് പറയാം ഒന്ന് പോടോടുന്നു. ഇജ്ജ് എത്ര ഡയലോഗ് ഇടക്കിടക്ക് പറയാറുണ്ട്. ജഡ്ജി തീരുമാനിക്കാണ് ഇയാൾ ചെയ്യൂലേ. തെളിവുകൾ കൊടുക്കാൻ നിങ്ങളുടെ അടുത്തുണ്ടോ? കോടതിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തെളിവുകൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം നടന്നാൽ ഇത് നിങ്ങൾക്ക് ചെറിയ തെളിവാണ്. 2 ദിവസം നടന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൂവ് ആണ്. നിങ്ങൾ ഒരാഴ്ച നടന്ന ബോധ്യത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ട്രോങ് എവിഡൻസ് ആണ്. ഇതാണ് നിങ്ങൾ കോടതിയിൽ സമർപ്പിക്കേണ്ടത്. നിങ്ങളുടെ തലച്ചോറിനകത്തുള്ള നിങ്ങളുടെ ഹാബിറ്റ് ക്രിയേഷന്റെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത്. സോ ഞാൻ എന്റെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. വൈ എന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും നമ്മളെ മുന്നിൽ നമുക്ക് വേണ്ടി തെളിവുകൾ രൂപപ്പെടുത്തുന്നത്. ഈ വൈ ആണ് ശരിക്കും നിങ്ങളുടെ ഹാബിറ്റിലേക്ക് പോകേണ്ടത്. എന്തിനു വേണ്ടി 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു. എനിക്ക് ഹിദായത് സാറിന്റെ നമ്പർ ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ്. യാദൃശികമായിട്ട് ഇന്നലെ വൈകുന്നേരം എന്റെ നാട്ടിൽ നിന്നും ഞാൻ ഹിദായത്ത് സാറെ കണ്ടു. ആദ്യമായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എടുക്കാണ്. എന്ന് രാവിലെ എന്നെ വിളിക്കാറുള്ള സാറാണ്. ഇപ്പം എവിടെയോ സ്ക്രീനിൽ കണ്ട, പിന്നെ ഈ ഫോട്ടോ കൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്തതാണ്. ഏതായാലും എന്റെ സുഹൃത്തുക്കൾക്കിടെ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചത് ഹിദായത് സാർ നിങ്ങൾ വഴിയിലുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എനിവേ ഇത്രയേ ഉള്ളൂ. എന്തിനു വേണ്ടി ഞാൻ എന്ന ക്വസ്റ്റ്യൻസിന് ഇടുമ്പോഴാണ് ശരിക്കും എനിക്ക് ഇതിനകത്ത് ഒരു ഹാബിറ്റ് രൂപപ്പെടുത്താൻ പറ്റും. ഇതിന് കൺസിസ്റ്റന്റ് ആവുള്ളൂ. ഈ എന്തിനു വേണ്ടി എന്ന ചോദ്യം നിരന്തരം ചോദിക്കുക, എല്ലാ പോയിന്റിലും ചോദിക്കുക. ഇപ്പൊ ഞാൻ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധി ഇല്ലാത്ത തലച്ചോറാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇതൊരു ലോജിക്കൽ പാർട്ടാണ്. അതുകൊണ്ടാണ് പുതിയ AI സിസ്റ്റത്തെ പറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി രൂപപ്പെട്ടതിന്റെ ഒരു രൂപശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തെടുത്തത് അതിൽ നിന്നാണ് ശരിക്കും AI ഉണ്ടാക്കിയത് നമുക്ക് ശരിക്കും പറയേണ്ടി വരും. ബുദ്ധിയുള്ള തലച്ചോറിന് ശരിക്കും ബുദ്ധിയില്ല. ഇതൊരു പ്രോഗ്രാം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ബുദ്ധിക്ക് പിന്നിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്നതാണ് കൂട്ടത്തിൽ അതുകൂടി പറയാം. നമ്മള് ഒരു മാങ്ങയെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന മാങ്ങക്ക് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ആദ്യമായി നമ്മളൊരു മാമ്പഴത്തെ കാണുന്നു. ഈ മാമ്പഴം കണ്ടപ്പോൾ ഇത് നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണുമ്പോഴേക്കാം ഇത് അവിടെ കണ്ട ആ സാധനമാണ്. അതിനെന്താ, അന്ന് ഞാൻ മാങ്ങ എന്നാണ് പഠിച്ചു വെച്ചത്. ഇതാണ് പിന്നെ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരു സാധനത്തെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിനെ അറിയുന്നത് മുഴുവൻ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്തു വെച്ച സാധനങ്ങൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ബ്രെയിനിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക് തിയറികൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് പല ഹാബിറ്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതി വെച്ചോളൂ. AI സിസ്റ്റത്തിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപപ്പെടുത്തിയെടുക്കുന്ന കുറെ പ്രോഗ്രാമുകളുടെ ഒക്കെ പിന്നിൽ സമാനമായ നമ്മുടെ തലച്ചോറിൽ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. സോ അത്രയുള്ള പോയിന്റ്. ഒരു തവണയെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്താലാണ്, അല്ല ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചാലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ആക്ട് ചെയ്യാൻ പറ്റുക എന്നതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ തലച്ചോറിന് ഈ സാധനത്തിന് റീഡ് ചെയ്യാൻ പറ്റും. ബുദ്ധി ഇല്ലാന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഒരു അരമണിക്കൂർ നടക്കാൻ തീരുമാനിച്ചാൽ ഇത് നടക്കണമെങ്കിൽ എന്തിനു നടക്കുന്നു എന്ന ചിന്തയെ നിങ്ങളുടെ ബ്രെയിനിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് സ്വീകരിക്കുള്ളൂ. ഒരു കാര്യമില്ലാത്ത പണിയാണ് ഞാൻ എടുക്കുന്നത് എന്ന് ബ്രെയിനിന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് എനർജി മിസ്സാവും. മാത്രമല്ല പറ്റിക്കാനും കഴിയും. നമ്മുടെ ബ്രെയിനോട് നമ്മൾ പറയാൻ ഒരു സ്വകാര്യം പറയാം, ഇന്ന് ഞാനില്ല, എനിക്ക് കുഴപ്പമില്ല, കാരണം ഇന്ന് നടന്നിട്ടില്ലെങ്കിൽ ഇതിനൊരു പ്രശ്നമൊന്നും വരൂല എന്ന് നമ്മള് ബുദ്ധിയില്ലാത്ത നമ്മുടെ ബുദ്ധിയോട് പറഞ്ഞാൽ ചിലത് വിശ്വസിക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് നിരന്തരം ക്വസ്റ്റ്യൻസ് ഇടുകയും ആ ക്വസ്റ്റ്യൻസ് എന്തിനു വേണ്ടി എന്ന ഫ്യൂച്ചർ പ്ലാനും ഗോളും ഒക്കെ ആയിട്ട് നിങ്ങളെ കൃത്യമായ പ്ലാനിങ്ങിലേക്ക് പോയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ജനറൽ കൺസെപ്റ്റ് ആണ് ഒന്നാമത് പറഞ്ഞു വെച്ചത്. രണ്ടാമത്തത്, ഇനി നമ്മളെ ബ്രെയിനിന് ബുദ്ധിയില്ലാത്ത നമ്മുടെ ബുദ്ധിക്ക് ചില ഇൻപുട്ടുകൾ കിട്ടിയാൽ മതിയാക്കിയാളാ എന്ന് പറഞ്ഞാൽ കേൾക്കും. സാധുവാണ്, ബുദ്ധി സാധുവാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ, ഒന്ന് നമ്മൾ എടുക്കുന്ന ആക്ഷനുകൾ അത്
കുറെ ചില തിയറികളുണ്ട്. പിന്നെ 2 മിനിറ്റ് തിയറി ഉണ്ട്. ഒരു 2 മിനിറ്റ് മാത്രം ഞാൻ ഇന്ന് പഠിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ, നമ്മൾ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒന്ന് ഇതിന് സ്ട്രക്ചർ ചെയ്യുന്നിടത്ത് കൃത്യമായ ബ്രേക്ക് ഡൗണുകളായിട്ട് നടക്കണം. ചെറിയ ചെറിയ അജണ്ടകൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. സോ വളരെ ചെറിയ അജണ്ടകളാവുമ്പം ഒരാഴ്ചത്തേക്ക് ഞാൻ എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഈ ഒരാഴ്ചയാണ് എന്റെ ടാർഗറ്റ് എങ്കിൽ എന്റെ ബുദ്ധിയില്ലാത്ത ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് എളുപ്പമുണ്ടാവും. അതുകൊണ്ട് അത് സ്വീകരിച്ചോളും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. 2 days റൂൾ പറയാറുണ്ട്. ഒന്നും കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കാൻ കാരണം ഇത് ഒരു വട്ടം ബ്രേക്ക് ചെയ്താൽ മിസ്സായി പോവാന്നുള്ളതാണ്. അതുകൊണ്ട് 2 days തിയറി അങ്ങനെ തന്നെ അറിയപ്പെടുന്ന ഒരു തിയറിയാണ്. 2 ദിവസത്തിനപ്പുറം ഞാൻ ഇത് മിസ് ചെയ്യില്ല എന്ന ഒരു തീരുമാനം ദൃഢമായി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ദിവസങ്ങൾ നടക്കാൻ ഇറങ്ങുന്നത് മിസ്സായാൽ കുഴപ്പമില്ല, 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ ലീവ് ആവില്ല എന്നുള്ള ഒരു കണിശമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പിന്നെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കൺസിസ്റ്റൻസി മെയിൻ്റനൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. ഗോൾ സെറ്റ് ചെയ്യുക, വൈ എന്ന ക്വസ്റ്റ്യൻസിന് നിരന്തരമായി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്ന് ചെറിയ ചെറിയ ഗോളുകൾ മാത്രം നിങ്ങൾ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, നമ്മൾക്ക് താങ്ങാൻ കഴിയാത്ത ഗോളുകളെ നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിന് താങ്ങാൻ കഴിയാത്തൊരു സാധനം കൃത്യം വെച്ച്, അതുപോലെ ചെറിയ 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 സ്റ്റെപ്പുകളായിട്ട് ചെയ്യുക. ജനറലി കിട്ടുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. 2 മിനിറ്റ് മാത്രം ഞാൻ പഠിക്കാനിരിക്കുന്നു എന്ന് നിയത്ത് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, 2 മിനിറ്റ് മാത്രം. ആ ബ്രെയിന് ഭയങ്കര സന്തോഷം, 2 മിനിറ്റ് അല്ലല്ലോ, പോയി പണിയെടുക്ക്, അങ്ങനെ പോയി അപ്പൊ 2 മിനിറ്റ് വായിച്ചാൽ ആ വായന അരമണിക്കൂർ നീളാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രാക്ടിക്കൽ സ്റ്റഡി നടത്തിയതിന്റെ റിപ്പോർട്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു തോളത്തിൽ പറയുന്നൊന്നുമല്ല. സോ 2 മിനിറ്റ് ആയിട്ട് എല്ലാത്തിനും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് 2 days റൂൾ. 2 ദിവസത്തിൽ മാത്രം മാക്സിമം എനിക്കത് മിസ്സാവുള്ളൂ എന്നുള്ള തീരുമാനത്തെയാണ് മറ്റൊന്ന് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഒരിക്കലും നമുക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ തന്നെ ആയിരിക്കണം. വളരെ കൃത്യമായി ലോജിക്കലി ചിന്തിച്ചാൽ നിന്റെ ലൈഫിനകത്ത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ആവണം. ജിമ്മിന് പോകുമ്പം എല്ലാവരും ചെയ്യുന്ന ഒരു സാധനത്തെയാണ്. ഞാനൊക്കെ ഇപ്പം ഈ ഡംബിൾസ് ഒക്കെ 1-2 വർഷത്തിൽ 3-4 തവണയാണ് ജിമ്മിലേക്ക് പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇതൊരു 4 ദിവസം സെറ്റ് ആവുക എന്നുള്ള രൂപത്തിൽ എടുക്കും. അപ്പം കൃത്യമായ ടൈമിനെ കട്ട് ചെയ്ത്, കൃത്യമായ ടാസ്കുകളെ കട്ട് ചെയ്ത്, ചെറിയ ചെറിയ പാക്കുകളാക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താലാണ് ശരിക്കും കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുള്ളൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം. മോട്ടിവേഷണൽ പോയിന്റിൽ ഒന്ന് നമ്മൾ പറയേണ്ടത്, ഈ ഇൻസ്പിരേഷണൽ പോയിന്റ്സുകൾ നിർബന്ധമായിട്ട് കണ്ടെത്തുക എന്നാണ്. ഒരു സബ്ജക്റ്റ് ഏതും ആവട്ടെ, ഇപ്പൊ സയൻസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഞാൻ എടുക്കുന്ന, കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ച് പറയാം, കുറച്ചും കൂടി ഞാനൊരു റിസർച്ച് ചെയ്യണം, ഇതാണ് എൻ്റെ. അതുകൊണ്ട് ഡെയിലി അരമണിക്കൂർ സയൻസ് റിലേറ്റഡ് റിസർച്ച് എനിക്ക് നടത്തണം എന്ന ഹാബിറ്റ്സിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് വേണ്ടത് നിരന്തരം സയൻസ് റിലേറ്റഡ് സയന്റിസ്റ്റുകളുടെ ഇന്റർവ്യൂകൾ കാണുക. അല്ലെങ്കിൽ ഞാൻ ഒരു ഫിലിം മേക്കറാണ്, ഫിലിം മേക്ക് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ചലഞ്ച് ഡെയിലി ഈ രൂപത്തിൽ സ്റ്റോറി റൈറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്ലാനിങ്ങുകൾ നടത്തുമെന്ന തീരുമാനമാണ് ഞാൻ എൻ്റെ ഹാബിറ്റ് ലിസ്റ്റിൽ എഴുതുന്നതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇൻസ്പിരേഷണൽ അറ്റാച്ച്മെന്റ് ഈ വിഷയത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഡെയിലി സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ, സംവിധായകരുടെ ഇന്റർവ്യൂകൾ കാണുക. ഇങ്ങനെ ഇത് ലൈവ് ആക്കി നമ്മളെ മൈൻഡിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഇൻപുട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, മോട്ടിവേഷണൽ പാർട്ടിൽ നമ്മൾ കാണേണ്ട മറ്റൊരു സാധനമുള്ളത് സെൽഫ് അപ്രീസിയേഷൻ ആണ്. സ്വയം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായ ഒരു എനിക്കൊക്കെ ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഞാൻ റെഡിയാണ്, ഈ രൂപത്തിലുള്ള കുറെ എനർജികൾ നമ്മൾ ബൂസ്റ്റ് ചെയ്യാന്നുള്ളത്. മറ്റൊന്ന്, പറ്റുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യിപ്പിക്കണം. ഔട്ട്സൈഡ് അപ്രീസിയേഷൻ ശരിക്കും നമ്മൾ ഈ സാധനത്തെ നിലനിർത്തും എന്നതാണ്. അതുകൊണ്ട് മോട്ടിവേഷണൽ ഏരിയയിൽ നമ്മൾ ചിന്തിക്കേണ്ട, ചിന്താപരമായി ഇതിനകത്ത് ഇൻസ്പിറേഷൻസ് കണ്ടെത്തുക, സ്വയം നമ്മൾ അപ്രീസിയേഷൻ നമ്മൾ നടത്തുക, നമ്മൾ ഔട്ട്സൈഡ് അപ്രീസിയേഷനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതിൽ വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ലോക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിനിന്റെ ട്യൂണിങ് കണക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏരിയയാണ്. ലോക്ക് ചെയ്തേ പറ്റൂ, നിർബന്ധം ഉണ്ടാക്കിയേ പറ്റൂ, അല്ലാതെ ഇതിന്റെ മാർഗമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ബി മാജിക്കില് അല്ലെങ്കിൽ പിന്നെ സ്കിയോളോക്ക് കീഴില്, സേവ് സാറുടെ കീഴില് കുറെ 90 days പ്രോഗ്രാം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നിരന്തരം തന്ന ഒരു ടാസ്ക്, ഷെഫീഖ് ഈ ഒരു ട്രെയിനറാണ്, നിർബന്ധമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ അറ്റൻഡ് ചെയ്യണം, നിർബന്ധമായിട്ട് ഈ ഇൻസ്റ്റഗ്രാമില് പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങണം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
സേഫ് സാർ, ഞാൻ എപ്പോഴും പറയാറുള്ളൂ, എനിക്ക് ഒരു സാധനം എന്തോ പൊട്ടാനുണ്ട്, ഞാൻ ബി മാജിക്കിൽ കൊണ്ടുപോയി പൊട്ടിച്ചുകൊണ്ട്, പക്ഷെ എനിക്കത് സാധ്യമാവുന്നില്ല എന്നുള്ള നിസ്സഹായത ഞാൻ പറയാറുണ്ട്. ഒരു ദിവസം എനിക്ക് തന്ന ടാസ്ക്, അറ്റ് എനി കോസ്റ്റ് ഇന്ന് എങ്ങാനും ഷെഫീഖ് ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല 3000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. അതും ഷെഫീഖിന് ഇഷ്ടപ്പെടുന്നിടത്ത് കൊണ്ടുകൊടുക്കാൻ പറ്റില്ല, ഷെഫീഖിന്റെ എതിരാളികളായിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഓർഗനൈസേഷന് കൊടുക്കേണ്ടി വരും എന്ന് കണിശമായ തീരുമാനം എടുത്ത് പിരിഞ്ഞതിന് ശേഷം കൃത്യമായി ഞാൻ ചെയ്തു. എന്റെ ജീവിതത്തിൽ എന്റെ ഉളുപ്പ് പൊട്ടിക്കാൻ ഇത്രയും ശ്രമിച്ച ഒരു പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. എന്റെ ഈ ഗ്രൂപ്പിൽ ഒരു പക്ഷേ ഇത് സേഫ് സാറ് ഷെയർ ചെയ്തിരുന്നോ എന്നറിയില്ല, ഒരിക്കലും അത്ര പെർഫെക്റ്റ് അല്ലാത്ത, പ്രൊഫഷണലിസം ഇല്ലാത്ത, ഞാൻ എസ്കേപ്പിസത്തിന് വേണ്ടി മാത്രം അത് പോസ്റ്റ് ചെയ്ത് ഇറങ്ങി. എനിക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്ര ലൈവ് ഒന്നുമല്ല, ഇൻസ്റ്റഗ്രാമിനകത്ത് കൊണ്ടുപോയാണ്ട് കമന്റുകളില്ല, ഒന്നുമില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കണ്ണും ചിമ്പി പോന്ന് കമന്റുകളൊന്നും നോക്കാതെ. എനിവേ എന്റെ സുഹൃത്തുക്കൾ എടുത്ത് പൊക്കി ഞങ്ങൾ 120 സ്റ്റാഫുകളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്നെ നന്നായി കുട്ടി തൂക്കി വിട്ടിട്ടുണ്ട്. എനിവേ ഞാൻ പറയുന്നത്, അത്തരം ലോക്കിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ചില സംഗതികൾ നിലനിൽക്കുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രധാനം എന്നാണ് എനിക്ക് തോന്നിയത്, എന്റെ ഒരു ഫീലിങ്സ്. എനിവേ അതിനകത്തുള്ള 2-3 പോയിന്റുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനകത്തൊന്ന്, നമുക്ക് പറ്റുമെങ്കിൽ ചില പെയറുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളായിട്ട് ചിലത് നിൽക്കൂല. രാവിലെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കമ്പനിക്ക് ഒരാൾ ഉണ്ടാവുക, ഇത് നിർബന്ധമായിട്ട് ഓരോ ജനറൽ ഹാബിറ്റ്സുകളുടെയും അല്ലെങ്കിൽ ഓരോ കൺസിസ്റ്റൻസി ആവശ്യമുള്ളിടത്തൊക്കെ ഈ ഒരു പെയറിനെ നിങ്ങൾ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനെ തീരുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റിയിൽ വേവ് ലെങ്ത് ക്ലിയർ ആയ ഒരാളാവും, നന്നായി പന്ത് കളിക്കുന്ന ഒരാളാണ്, അയാൾ രാവിലെ വിളിച്ചിട്ട് നമുക്ക് എക്സസൈസിന് ക്ഷണിച്ചാൽ അയാൾ വന്നോളും. അല്ലെങ്കിൽ ഒരു റിസർച്ചിനാണ്, നല്ല അന്വേഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്, അതും അല്ലെങ്കിൽ വീട്ടിലെ വൈഫിനെ ക്ഷണിക്കാം. എനിവേ പെയറായി നിർത്താൻ പറ്റുന്ന ഒരാളെ നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് പ്ലാനുകൾ ഉണ്ടാകാം. ഇതൊരു ലോക്കിംഗ് ആണ്. ഒരു പക്ഷെ ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് എക്സിസ്റ്റൻസിക്ക് സാധ്യത ഉണ്ടാവുക. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട കിട്ടിയ ഒരു ഇൻപുട്ടാണ് ഹാബിറ്റ് ട്രാക്കറുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹാബിറ്റ് ട്രാക്കർ കുറെ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഹാബിറ്റ് നൗ എന്നൊരു സാധനം വേണമെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ആണ്. ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഡെയിലി ചെയ്യേണ്ട ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ അതിനകത്ത് കൃത്യമായ അനാലിസിസുകൾ നമ്മുടെ മുന്നിൽ വരുന്നത് കൊണ്ട് ഒരു നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ലോക്കിംഗ് ആണ്, നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തതിനെ കാണാൻ പറ്റും. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു സാധനമാണ് ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുക, ടിക്ക് ഇടുക. പലപ്പോഴും സേഫ് സാർ അടുത്ത് നിന്ന് കിട്ടുന്ന കുറെ ടാസ്ക് പുസ്തകങ്ങളിലൊക്കെ ഈ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഡെയിലി ഞാനിത് ചെയ്തോ അല്ലേന്ന് ചെക്ക്. ഇതൊരു മാസത്തെ സമ്പൂർണ്ണമായ അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ലോക്കിംഗ് ആ സാധനത്തിൽ വരുന്നുണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, നിങ്ങൾ ഇത് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ചലഞ്ച് നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൂള് നിങ്ങളുടെ ഉളുപ്പിൽ കയറി കളിക്കലാണ്. നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതേൽക്കുന്ന ഒരു സ്ഥാനത്തൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ കയറി കളിക്കുക. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ എന്റെ പബ്ലിക്കിൽ പോയിട്ട് പറയുന്നു, എന്റെ സ്റ്റുഡൻസിനോട് പറയുന്നു, നിർബന്ധമായിട്ടും ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇത് വന്നിരിക്കുമെന്ന് പ്രോമിസ് കൊടുക്കുന്നു. ഞാൻ എന്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. കൺസിസ്റ്റൻസി ഇല്ലാഞ്ഞാൽ ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റാത്തപ്പോ ഷിഹാബ് ചോറ്റൂർ കേരളത്തിൽ അറിയപ്പെട്ട ഒരു സെലിബ്രിറ്റി ആയി മാറി, ഒരു ഫെയിമാണ്. ഇവർ ആ ഫെയിം ഉണ്ടാക്കിയെടുത്തത് ഒരു വർഷം നടന്നിട്ടാണ്. ഒരു വർഷം നടന്ന് ഹജ്ജിന് പോയി വരുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഷിഹാബ് ചോറ്റൂരിന്റെ കൺസിസ്റ്റൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് ലോക്കിംഗ് ഏരിയയിലാണ്. ഈ ലോക്കിംഗ് ഏരിയയിൽ മൂപ്പര് ചെയ്തത് ജനറൽ അനൗൺസ്മെന്റ് ആണ്. ഞാൻ ഇന്നത് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. ഇത് ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഊറ്റത്തിൽ പോവും. ഇത് കഴിഞ്ഞാൽ പിന്നുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു സ്റ്റെപ്പ് ബാക്ക് വെച്ചാൽ കല്ലെറിയാൻ ആയിരങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നല്, നമ്മളെ അഭിമാനത്തിന് നമ്മളെ സുരക്ഷിതാക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഷിഹാബ് ചോറ്റൂര് ഈ അനൗൺസ്മെന്റ് നടത്താതെ ഇരുന്നിരുന്നുവെങ്കിൽ എനിക്കറിയാവുന്നവർ പോലും, കാശ്മീരിലേക്ക് നടന്നു പോയവർ വഴിയിൽ നിന്നും മടങ്ങിപ്പോയത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നവരുണ്ട്. ആരും ഇത് അറിയില്ല, മടങ്ങിപ്പോന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത് ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടി വെച്ച് തിരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അനൗൺസ്മെന്റ് ഒരു കാര്യം നടത്തുക എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു, എല്ലാ ചൊവ്വാഴ്ചകളിലും ബി മാജിക്കില് ഞാൻ സെഷൻ എടുത്തിരിക്കും, നിർബന്ധമായിട്ട് എടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ അത് പിന്നെ എനിക്ക് ചലഞ്ചാണ്. ഞാനിവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് തന്നെ എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. ഈ ഫീലിങ്സ് ആണ് എനിക്ക് ഇന്നലെ വൈകുന്നേരം ഗോപിക മാങ്ങ വിളിച്ചപ്പോണ്ടായിരുന്നത്. ഇത് പോകാൻ പറ്റില്ലല്ലോ, കാരണം ഇത് പറഞ്ഞു ഈ ലോക്കിങ്ങിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു ഔട്ട്സൈഡറെ നിങ്ങൾ മോണിറ്ററിങ്ങിന് വേണ്ടി ഏൽപ്പിക്കുക. ഒരു ഔട്ട്സൈഡറെ മോണിറ്ററിങ്ങിന് വേണ്ടി ഏൽപ്പിക്കുക. എവിടെ എത്തി ഇത് പറയുമ്പോഴും ഡിയർ ടീംസ്, ഐ ആം റിയലി സോറി,
പുതിയ ഇൻപുട്ടുകൾ കിട്ടി. നാളെ മുതൽ ഞാൻ സെറ്റാണ്. എനിവേ നമ്മൾ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെ കീറി മുറിച്ച് പാക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഹാബിറ്റിലേക്ക് നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഐശ്വർ ഗ്യാരണ്ടിയാണ്, ഞാൻ എന്റെ കുറഞ്ഞ സമയത്ത് അന്വേഷണങ്ങൾ കൊണ്ട് സത്യം എനിക്ക് എന്തായാലും ഇതൊരു വലിയ ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, പിന്നെ നിർബന്ധമായിട്ടും ഇത്തരം പോയിന്റ്സുകളാണ് നമ്മളെ ലൈഫിനെ പിടിച്ചു നിർത്തുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും വിശ്വസിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ചില സിസ്റ്റംസിനെ നിങ്ങൾ കീറി മുറിച്ച് പ്ലാൻ ചെയ്തേ പറ്റൂ. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയാം, കൺസിസ്റ്റൻസി, നൈരന്തര്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം എന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷഫീഖ് സർ. ഓക്കെ, സെലക്ട് ചെയ്ത സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാം സെറ്റ്. ഇപ്പൊ കൺസിസ്റ്റൻസി ആണ്. ഇപ്പൊ ഞാനായാലും പോലും ആരായാലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഇടയ്ക്കൊന്നും ഡ്രോപ്പ് ആയി പോകുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടൈം ആൾമോസ്റ്റ് കുറവാണ്. ഷാജൻ സർ. ഗുഡ് മോർണിംഗ് സാർ. വളരെ നല്ലൊരു ടോപ്പിക്കാണ് കിട്ടിയത്. ഇത് എനിക്ക് വളരെ, ഞാൻ ഫസ്റ്റ് തന്നെ ഹാൻഡ് റൈസ് ചെയ്തതിന്റെ കാര്യം, ഞാൻ വെള്ളിയാഴ്ച എന്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു അരമണിക്കൂർ സെഷനാണ് സാർ ഇന്ന് എടുത്തത്. എനിക്ക് വളരെയധികം വലിയൊരു വിലപ്പെട്ട ഒരു ക്ലാസ് ആണ്. കാരണം എനിക്ക് പോയിന്റുകളുടെ കുറവുണ്ടായിരുന്നു. എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സാർ ഇന്ന് വലിയൊരു പ്രോഗ്രാമായിട്ട് നമുക്കത് എടുത്തു തന്നത്. എല്ലാ തലത്തിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ ബീമാജിക്കിൽ വന്നിട്ട് നമ്മൾ കറക്റ്റ് 4 മണിക്ക് എഴുന്നേൽക്കാന്ന് എഴുതി വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിന്നർ ആയതാണ് 21 ഡേയ്സ് ചലഞ്ചില്. അപ്പൊ അത് കൊണ്ടുവന്നപ്പോ നമുക്ക് ഇനി അത് ആ 4 മണിക്ക് എണീറ്റില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മുടെ മക്കളുമായിട്ടായാലും വൈഫായിട്ടായാലും അമ്മയായിട്ടായാലും കൺസിസ്റ്റന്റ്ലി നമ്മൾ ഒരു സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയം ഹാബിറ്റായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സാർ. ഹലോ, മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു സർ. ഞാൻ ഇതിന് ഒരു ജെയിംസ് ക്ലിയറിന്റെ ഒരു ബുക്ക് ഉണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ്. അതിലിത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. ഓരോ ദിവസവും 1% മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 365, അതായത് 37 ഇരട്ടി നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാന്ന്. കൺസിസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കല് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ആള് ഫീൽഡിലുള്ള സമയത്ത് കളി തുടങ്ങിയ അന്ന് മുതൽ അവസാനം റിട്ടയർ ചെയ്യുന്നവരെ ഡെയിലി 200 ബോൾ അയാൾ ഫേസ് ചെയ്യും. അത് തലേന്ന് വേൾഡ് കപ്പിലാക്കി ഡബിൾ സെഞ്ചുറി കിട്ടിയാലും തരക്കേടില്ല, 0 ആയാലും തരക്കേടില്ല. അത്രയും കൺസിസ്റ്റന്റാ. പിന്നെ നമ്മളിപ്പോ ലേറ്റസ്റ്റ് കണ്ടില്ലേ, 16 കൊല്ലം ഒരു പ്രോജക്റ്റിന്റെ മേലെ ബ്ലെസ്സി സാറ് 16 കൊല്ലം ഒരു പ്രോജക്റ്റ്, വേറൊരു ചിന്തയില്ല. അപ്പൊ അതൊക്കെ ജീവിതത്തില് വിജയിച്ചവരെ കൺസിസ്റ്റൻസിന് വലിയ സാധ്യത ഉണ്ട്. നമ്മൾ ഒരു ദിവസം എക്സസൈസ് ചെയ്ത് ഒരു ദിവസം ജിമ്മിൽ പോയിട്ടൊന്നും ലൈഫിൽ ഒന്നും നേടാൻ പറ്റില്ല. ഡെയിലി ചെയ്യണം. മമ്മൂട്ടിയൊക്കെ അയാളെ ശരീര സൗന്ദര്യം നിലനിർത്താൻ അയാൾ ഡെയിലി ചെയ്യുന്ന ഓരോ പരിപാടികൾ കേട്ടുകയാണ് നമ്മൾ അന്തം വിടും. കൺസിസ്റ്റൻസി ജീവിതത്തിൽ വലിയൊരു ഭാഗമാണ്. അത് വീണ്ടും ഒന്ന് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇതിപ്പോ നല്ലൊരു ടോപ്പിക് എടുക്കുന്ന ഷഫീഖ് സർ, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അപ്പൊ സെക്ഷൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ടു. താങ്ക് യു ഓൾ. Thank you, Shafiq sir. Thank you all. Good morning. സർ